നമഃശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അമ്മയുടെ ഉപദേശം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെ സ്വഭാവം അറിഞ്ഞു വേണം ജീവിക്കാൻ എന്ന് അമ്മ പറയാറുണ്ട്. ഓരോ ജീവിക്കും അതിൻ്റേതായ സ്വഭാവമുണ്ട്. അതുകൊണ്ട് മാക്രിയെ മാക്രിയായും ആനയെ ആനയായും കാണണം എന്ന് അമ്മ ഓർമ്മിപ്പിക്കുന്നു. അമ്മ പറയുന്നു, ഇന്ന് നമുക്ക് പലതും അറിയാമെങ്കിലും ലോകത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം മാത്രം നമുക്കറിയില്ല. എന്നാൽ അത് മനസ്സിലാക്കി നീങ്ങിയാൽ മാത്രമേ ശാന്തി ഉണ്ടാകൂ. മനുഷ്യനെ നോക്കിയാൽ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സ്വഭാവം പലപ്പോഴും വിചിത്രമാണ് എന്ന് കാണാം. എന്തുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ പെരുമാറുന്നു എന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാനും വിഷമം. എപ്പോഴും വഴക്കടിക്കുന്ന ദമ്പതികൾ ഇനി ഇങ്ങനെ വഴക്കടിക്കില്ല എന്ന് തീരുമാനിച്ചാലും വീണ്ടും എങ്ങനെയെങ്കിലും വഴക്കിൽ ചെന്ന് അവസാനിക്കുന്നത് കാണാം. കോടതിയും കേസുമായി പലതും നഷ്ടപ്പെട്ടിട്ടും വീണ്ടും കടം വാങ്ങി കേസ് നടത്തുന്നവരെ കണ്ടിട്ടുണ്ട്. അതുപോലെ മദ്യം, മയക്കുമരുന്ന്, ചൂതുകളി തുടങ്ങിയ ആസക്തികൾ ഹാനികരം എന്ന് അറിയാമെങ്കിലും പലരും അതുതന്നെ ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സുഖം കിട്ടും എന്ന് ചിന്തിച്ച് പലതരം ശീലങ്ങളിൽ പെട്ടുപോകുന്നവരെ ധാരാളം കാണാം. അത്തരം ശീലങ്ങൾ പിന്നീട് അവർക്ക് തന്നെ ഹാനികരമായി തീരുന്നു. പുകവലി, മദ്യപാനം, മയക്കുമരുന്ന്, ആസക്തി അങ്ങനെ നീണ്ടുപോകുന്നു. ആ ലിസ്റ്റ് ഇപ്പോൾ മൊബൈൽ ഫോൺ, ടെലിവിഷൻ എന്നിവയും ഈ ലിസ്റ്റിൽ വരുന്നു. എന്നാൽ ഇവ മാത്രമല്ല, നമ്മുടെ ചിന്താരീതികളും പെരുമാറ്റ രീതികളും വികാരങ്ങളും എല്ലാം ഇത്തരം ശീലങ്ങളിൽ പെടുന്നു. നാം അനുഭവിക്കുന്ന ദേഷ്യം, സങ്കടം, ഭയം തുടങ്ങിയ വികാരങ്ങൾ അനുഭവിക്കുന്തോറും അതിനോട് ആസക്തി കൂടി വരുന്നു. അതുകൊണ്ടാണ് ഇത്തരം വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന സീരിയൽ ആൾക്കാർ വീണ്ടും വീണ്ടും കാണുന്നത്. ജീവിതത്തിൽ നമുക്ക് തന്നെ ഹാനികരമായ വികാരങ്ങൾ വീണ്ടും അനുഭവിക്കാൻ നാം പലപ്പോഴും പ്രേരിതരാകുന്നു. ലോക സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്ന ഒരു മാതൃക വളരെ ഉപയോഗപ്രദമാണ്. അദ്ദേഹം മനുഷ്യരെ പലതായി തിരിക്കുന്നു. ബന്ധൻ, മുമുക്ഷു, മുക്തൻ, ജീവൻ മുക്തൻ, അവതാരങ്ങൾ എന്നിങ്ങനെ. ഭൂരിഭാഗം പേരും ആദ്യം പറഞ്ഞ ബന്ധൻ എന്ന വിഭാഗത്തിൽ പെടുന്നു. അത്തരം മനുഷ്യരെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി കേൾക്കാം. ബന്ധജീവൻ. ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൽ ബന്ധജീവന്മാരെ കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ ഇങ്ങനെ പറയുന്നു: ബന്ധജീവന്മാർ തങ്ങൾക്ക് വളരെ ദുഃഖത്തിനിടയാക്കിയ അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നു. ഒട്ടകത്തിനെ പോലെയാണിവർ. ഒട്ടകം മുൾച്ചെടി തിന്നുന്നു, വായിൽ നിന്ന് ധാരധാരയായി ചോര ഒഴുകുന്നു, എന്നാലും മുൾച്ചെടി തീറ്റ നിർത്തുകയില്ല. ഇത് തികച്ചും ഒരു വിരോധാഭാസമായി തോന്നാം. ദുഃഖത്തിനിടയാക്കിയ അതേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുകയോ? ആരും ദുഃഖം ആഗ്രഹിക്കുന്നില്ലല്ലോ, പിന്നെ ഇതെങ്ങനെ ശരിയാകും? ഒരു ദമ്പതി വന്നത് ഓർക്കുന്നു. 15 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഭാര്യ ഇപ്പോൾ അവരുടെ വീട്ടിലാണ്. പല പ്രാവശ്യം ഭർത്താവുമായി വഴക്കുകൂടി വീട്ടിലേക്ക് വരുന്നു. 2 ദിവസം കഴിഞ്ഞാൽ ഒരു അസ്വസ്ഥത തുടങ്ങും. വീണ്ടും ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകും, വഴക്കടിക്കും. ഇതൊരു പതിവായി. ഭർത്താവിൻ്റെ അടുത്ത് പോയാൽ വഴക്കിലേ അവസാനിക്കൂ എന്നറിയാം. അത് ദുഃഖമുണ്ടാക്കുന്നു. സ്നേഹമായി പെരുമാറണം, സുഖമായി ജീവിക്കണം എന്നെല്ലാം ചിന്തിക്കും. പക്ഷേ എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങിയാൽ പതുക്കെ വഴക്കിലേക്ക് നീങ്ങും. അത് ദുഃഖത്തിൽ അവസാനിക്കും. ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ഓരോരുത്തരും അവരവരുടെ വാസനകളിൽ ബദ്ധരാണ്. അതുകൊണ്ട് ഒരനുഭവം ഉണ്ടായാൽ അത് വേദനാജനകമാകയാൽ പോലും അത് ആവർത്തിക്കാൻ ശ്രമിക്കും. അത് വിടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വീണ്ടും വീണ്ടും അനാരോഗ്യകരമായ വിനിമയങ്ങളിൽ ഏർപ്പെട്ട് തകരുന്നു. തകർച്ചയിലേക്ക് വലിക്കപ്പെടുന്നത് പോലെ ആത്മഹത്യ, വിവാഹമോചനം, കോടതി, ജയിൽ, അടിപിടി തുടങ്ങിയ നാടകീയ രംഗങ്ങൾ നിറഞ്ഞതായിരിക്കും അവരുടെ ജീവിതം. അതിലെല്ലാം രസം കണ്ടെത്തുന്നത് പോലെ അവർക്ക് അതിൽ നിന്ന് മാറാൻ പറ്റുമോ എന്നറിയില്ല. പലപ്പോഴും നാം അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നില്ല എന്നതാണ് വാസ്തവം. പ്രകൃതി നമുക്ക് പഠിക്കാൻ അവസരം ഒരുക്കുന്നുവെങ്കിലും
ഇനി മുമുക്ഷുവിനെ കുറിച്ച് നമുക്കറിയാം. ദുഃഖം വീണ്ടും വീണ്ടും അനുഭവിച്ചു കഴിയുമ്പോൾ ചിലരെങ്കിലും അതിൽ ഒരു മടുപ്പ് വന്ന് അതിൽ നിന്ന് ഒരു മോചനം വേണം എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നു. അതിനുള്ള വഴി അന്വേഷിക്കാൻ തുടങ്ങുന്നു. അവരാണ് മുമുക്ഷുക്കൾ. ബന്ധന്മാർ താൻ ദുഃഖം അനുഭവിക്കുന്നു എന്ന് പോലും സമ്മതിക്കാറില്ല. ഇതാണ് ജീവിതം. മുമുക്ഷു താൻ ദുഃഖം അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിൽ നിന്ന് പുറത്തു കടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ദുഃഖത്തിൽ നിന്ന് പുറത്തു കടക്കണം എന്ന ചിന്തയാണ് ആദ്യപടി. ഈ ചിന്ത ഉറച്ചു കഴിഞ്ഞാൽ അതൊരു തീരുമാനമായി മാറും. വഴികൾ അന്വേഷിക്കാൻ തുടങ്ങും. ചില ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. എന്തുകൊണ്ട് ഞാൻ ഈ രീതിയിൽ പെരുമാറുന്നു? ഇതിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ എന്താണ് വഴി? ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തി എന്താണ്? ഇങ്ങനെ പല പല ചോദ്യങ്ങൾ അവനവനോട് തന്നെ ചോദിക്കും. വിദുരർ മൈത്രേയനോട് ചോദിക്കുന്നത് പോലെ, ഹേ ഭഗവൻ, സുഖത്തെ ആഗ്രഹിച്ച് ജനം പ്രവൃത്തിയെടുക്കുന്നു. എന്നാൽ ആ പ്രവൃത്തി കൊണ്ട് സുഖം കിട്ടുന്നില്ല, ദുഃഖമാണ് ഉണ്ടാകുന്നത്. ഈ ലോകത്തിൽ യുക്തമായതെന്താണ്? ഭാഗവതത്തിലെ 3-ാം സ്കന്ധത്തിലെ 5-ാം അധ്യായത്തിൽ ചോദിക്കുന്നുണ്ട്. ഭഗവത്ഗീതയിൽ അർജുനൻ ഇക്കാര്യം കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്. ഹേ കൃഷ്ണ, ആരുടെ പ്രേരണ കൊണ്ടാണ് മനുഷ്യർ താൻ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത പാപകർമ്മങ്ങൾ പോലും ആരോ ബലാത്കാരമായി ഏൽപ്പിച്ചതുപോലെ ചെയ്യുന്നു? 3-ാം അധ്യായത്തിൽ ചോദിക്കുന്നുണ്ട് ഭഗവത്ഗീത. ദുഃഖത്തിന് കാരണം ഒരു പരിധിവരെ തൻ്റെ തന്നെ വിചാരങ്ങളും വികാരങ്ങളും പ്രവൃത്തികളും ആണെന്ന് മനസ്സിലാക്കുമ്പോൾ അയാൾ കൂടുതൽ അന്തർമുഖനാകുന്നു. തൻ്റെ വാസനകളുടെ ഉത്തരവാദിത്യം ഏറ്റെടുക്കുന്നു. തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നു. മേൽപ്പറഞ്ഞ ദമ്പതികളുടെ കാര്യം തന്നെ എടുക്കാം. വഴക്കിട്ടു മതിയായി, ഇനിയെങ്കിലും സന്തോഷമായി ജീവിക്കണം എന്ന് തീരുമാനിച്ചാൽ പരസ്പരം പഴിചാരുന്നത് ഒഴിവാക്കുന്നു. തൻ്റെ പെരുമാറ്റത്തിൽ എന്തു മാറ്റം വരുത്താം എന്നതിൽ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. ആവശ്യമെങ്കിൽ പുറമേ നിന്നുള്ള സഹായം തേടുന്നു. അമ്മ പറയുന്നു, ജീവിതത്തിൽ ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ വരുന്നത് നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മളിലെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഈശ്വരൻ ഒരുക്കുന്ന സാഹചര്യങ്ങളാണ്. കാലിൽ ചെറിയ മുള്ളു തട്ടുമ്പോൾ നാം ഒന്നുകൂടി ശ്രദ്ധയോടെ നടക്കും. വലിയ കുഴിയിൽ വീഴുന്നതിൽ നിന്ന് അത് നമ്മെ രക്ഷിക്കും. ഇതോർത്തും കൊണ്ട് നമ്മൾ പരമാത്മാവിനെ മുറുകെ പിടിക്കണം. മുക്തൻ മുമുക്ഷത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് ഉള്ള വഴി അത്ര എളുപ്പമുള്ളതല്ല. കാരണം വാസനകൾ നമ്മെ പഴയ രീതിയിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടിരിക്കും. ഇവിടെയാണ് സാധനയുടെ പ്രാധാന്യം. ഏകാന്തമായിരുന്ന് ഈശ്വരനെ പറ്റിയും ഈ ലോകത്തിൻ്റെ പോക്കിനെ പറ്റിയും എല്ലാം വിചാരം ചെയ്യുന്നത് പതിവായിത്തീരുന്നു. ലോക സ്വഭാവം അറിയുന്നതോടുകൂടി ലോകത്തോടുള്ള ആസക്തി കുറയുന്നു. മുമുക്ഷു എങ്ങനെ സ്വതന്ത്രനായിത്തീരുന്നു എന്നമ്മ വിശദീകരിക്കുന്നു. എന്തോ മഹത്തായത് നേടാനാണ് ജീവന്റെ പോക്ക്. അത് തേടി ലോകം മുഴുവൻ നടക്കുന്നു. അതൃപ്തനായിത്തീരുന്നു. അപ്പോൾ തൃപ്തി വരാനുള്ള വഴി ചിന്തിക്കുന്നു. ചിന്തകളും സംശയങ്ങളും മനസ്സിൽ നിന്നാണ് ഉയരുന്നത്. അപ്പോൾ മനസ്സിൽ തേടിയാൽ സമാധാനം കിട്ടുമോ എന്ന് ചിന്തിക്കുന്നു. അതുമുതൽ മനസ്സ് അന്തർമുഖമാകാൻ തുടങ്ങുന്നു. അന്വേഷണം തുടരുന്നു. ഇടയ്ക്ക് വഴി അടയുന്നു. അപ്പോൾ ഗുരുവിനെ സമീപിക്കുന്നു. വീണ്ടും മുന്നോട്ട് പോകുന്നു. ഒടുവിൽ ലക്ഷ്യത്തിലെത്തുന്നു. അത്തരം ജീവന്മാർ ചിലപ്പോൾ രക്ഷണത്തിലേക്കും നീങ്ങാറുണ്ട്. ജീവൻ മുക്തനും അവതാരവും തമ്മിലുള്ള വ്യത്യാസം കൂടി പറയാം. അമ്മ പറയുന്നു, അവതാരം മുകളിൽ നിന്ന് താഴേക്ക് വരുന്നു. ജീവൻ മുക്തനാകട്ടെ താഴെ നിന്ന് മുകളിലേക്ക് വന്നയാളാണ്. ജീവൻ മുക്തന്റെ സംസ്കാരം കരിഞ്ഞ കയറ് പോലെയാണ്. എങ്കിലും ആ സംസ്കാരത്തിനനുസരിച്ച് പോന്ന പാതയ്ക്കനുസരിച്ച് തന്നെ അവർ ജീവിതം തുടരും. ഉദാഹരണത്തിന്, ഒരാൾ ഭക്തിയിലൂടെ ജീവൻ മുക്തനായാൽ കീർത്തന ആനന്ദത്തിൽ രസിക്കും. എന്നാൽ ജ്ഞാനമാർഗത്തിൽ കൂടെ ജീവൻ മുക്തനായവർ കീർത്തനത്തിൽ രസിക്കണമെന്നില്ല. അങ്ങനെ ജീവൻ മുക്തരിൽ സംസ്കാരഭേദം കാണപ്പെടുന്നു. അവതാരം ഇത്തരം ലോക സംസ്കാരത്തിന് അതീതമാണ്. ഹരി ഓം നമഃ ശിവായ.